നമ്മുടെ നല്ലൊരു യാത്രയായിരുന്നു ഇതുവരെ. എല്ലാവരും എല്ലാം അറിഞ്ഞു. ഇനി പോലീസ് വന്ന് എന്നെ കൊണ്ടുപോകും. ഇനിയുള്ള കാലം. അതെ, ഞാൻ തന്നെയാ കൊടുത്തേ. വ്യാജ വാർത്തയൊന്നുമല്ലല്ലോ. ഇത് ഞാൻ അന്നേ പറഞ്ഞല്ലേ, ദിസ് ഇസ് മീഡിയ പ്ലാനിങ്. ഇതുപോലുള്ള വാർത്തകൾ എന്തായാലും ജനങ്ങൾ വിശ്വസിക്കും. നീ ആ പാട്ട് പറഞ്ഞ കൂട്ടത്തിലല്ലേ? വന്നപ്പോ തൊട്ട് ചുറ്റിക്കറങ്ങി നടക്കാണല്ലോ. ആ മാല മാറ്റി ഈ മാലയിട്ടെ. വലിയ നായികയാണെന്ന വിചാരം. അമലായിരുന്നെന്ന് ഭരതേട്ടൻ്റെ അസോസിയേറ്റ്. പുള്ളിയോട് ചോദിച്ചാൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെന്തെങ്കിലും വിവരം തരാൻ പറ്റിയ ഒരാള് ജോൺ പോൾ സാറായിരുന്നു. സാറാണെങ്കിൽ മരിച്ചും പോയി. കാതോട് കാതോരം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എടുക്കാൻ പോകുന്ന സീരിയന്റെ അവസാന മിനുക്കുപണികളിൽ ഞാനിങ്ങനെ മുഴുകിയിരിക്കുമ്പോഴാണ് കൊലുസിട്ടൊരു കന്യാസ്ത്രീ പെണ്ണ് എന്റെ അടുത്തേക്ക് നടന്നു വന്നത്. കന്യാസ്ത്രീ വേഷം ചെയ്യാൻ വന്ന കുട്ടികളാണ്. കോസ്റ്റ്യൂം കൊടുക്കാറായോ? ഇവരുടെ കോസ്റ്റ്യൂം ഒക്കെ ഫിറ്റ് ആണോ നോക്കിക്കും. എങ്ങോട്ടാ രാജേട്ടാ? ഈ രാജേട്ടൻ സ്ഥിരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് രാവിലെ തന്നെ എങ്ങോട്ടെങ്കിലും ഒക്കെ പുറപ്പെടും. വഴി കാണുന്ന ആളുകളോട് മുൻപരിചയം പോലും ഉണ്ടാവില്ല. കയറി അങ്ങ് സംസാരിക്കും. മിക്കവാറും പ്രശ്നങ്ങൾ വഷളാവുമ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്ന് കൂട്ടിക്കൊണ്ടുവരാ പതിവ്. രേഖയെ പറ്റി കൂടുതലൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അന്ന് ഷൂട്ട് കഴിഞ്ഞ് റൂമിലേക്ക് പോയ വണ്ടിയിൽ അവളുണ്ടായിരുന്നില്ല. അതെനിക്ക് ഉറപ്പാ. പോലീസ് സംഘം ഇതിനോടകം തന്നെ എസ്റ്റിമേഷൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. സൈറ്റിൽ നിന്നും മീഡിയയും മറ്റും പൂർണ്ണമായി മാറ്റി നിർത്തിയാണ് പരിശോധന. അത് പിന്നെ പഴയ കാര്യങ്ങളൊന്നും ആൾ എന്നോടൊന്നും പറയാറില്ലായിരുന്നു. അപ്പോത്ത് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇത് മോളുടെ പാദസരമല്ല സാറേ, അവളുടെ അല്ല മോനെ. ഈ പാദസരം നിങ്ങൾക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ അത് ലില്ലിക്കുട്ടി അല്ല സാറേ. ഞങ്ങളൊക്കെ പെന്തക്കോസ്തുകാരാ. ഒരു കുപ്പിവള പോലും ഞങ്ങൾ ധരിക്കാറില്ല.